ഫേഷ്യൽ ചെയ്ത ഒരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇവിടെ നിന്ന് വേറെ കളറാ കണ്ടിട്ട് നെക്ക്. ഇതേ ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നല്ല മഴയാണ്. ഇന്ന് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും ഒന്നും നടക്കില്ല, പുറത്തേക്ക് ഇറങ്ങാനും ഒന്നിനും പറ്റണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേഷ്യൽ ചെയ്യാന്ന്. അപ്പോൾ ആൻറ്റി ഏജിങ് ഫേഷ്യലാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചെയ്യണത് കേട്ടോ. അതായത് നമുക്കൊരു 25+ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 2-3 മാസത്തിലൊരിക്കയോ, ഒരു 30+ കഴിഞ്ഞാൽ നമുക്ക് മാസത്തിലൊരിക്കയോ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേഷ്യലാണ്. 30+ കഴിഞ്ഞ് മസ്റ്റായിട്ട് നമ്മൾ മാസത്തിലൊരു 15 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുക ഒരു പ്രാവശ്യം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല ചെറുപ്പമായിട്ട് നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ വരുന്ന ഡാർക്ക് സ്പോട്ട്, റിങ്കിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനും. തീരെ വരില്ല എന്നല്ല കേട്ടോ, പക്ഷേ നമുക്കിത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസമാണ് സ്കിന്നിന് ഉണ്ടാവുക. നമുക്ക് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ നിറയെ ചുളിവുകളും സാഗി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനൊന്ന് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ചെറുപ്പമായിട്ട് തോന്നിക്കാനും നല്ല ഗ്ലോയിങ് ബ്രൈറ്റനിങ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ്. അപ്പം ഞാനിത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാനൊരു 2 തവണ ഇങ്ങോട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്യാൻ പോവാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ആൻറ്റി ഏജിങ് ടിപ്സ് കൂടുതൽ വേണമെന്നൊക്കെ കുറേ പേര് പറയലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യാണ് മെനക്കെട്ട് ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈസിയാണ്, പക്ഷേ ഈ ഒരു ട്രിക്കാണ് ഇതിൽ ഏറ്റവും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡിൽ നോർമൽ ഫേഷ്യൽ പോലെയല്ല, ഇതൊരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡ് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ടൈറ്റ്, അതുപോലെ തന്നെ നല്ലൊരു ചെറുപ്പായിട്ടൊക്കെ നിർത്തും. ഞാനിപ്പോൾ ലിപ്സിൽ കുറച്ചൊരു ടിൻറ്റഡ് ലിപ് ബാം ഇട്ടുണ്ട്, ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ സ്കിന്ന്. പിന്നെ ഇന്ന് ഞാൻ പുറത്തുനിന്നുള്ള ലൈറ്റും ഭയങ്കര ഡിമ്മാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ലൈറ്റൊന്നും വെച്ചില്ല. എന്തായാലും ഈ ഒരു ഇതിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ കേട്ടോ. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ടോട്ടൽ നമുക്ക് 3 സ്റ്റെപ്പാണ് വരുന്നത്. 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ട്രിക്ക്, ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മാസത്തിലൊരിക്കൽ മതി. 30+ കഴിഞ്ഞവർ. 25+ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാസത്തിലൊക്കെ ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 എന്തിട്ടാണെന്നറിയോ? കുറച്ച് പച്ചപ്പാൽ എടുക്കുക. അതെ, ഞാൻ ഇവിടെ കുറച്ച് പച്ചപ്പാൽ എടുത്തിട്ടുണ്ട്. കുറച്ച് തണുപ്പുള്ള എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്, അതായത് കോൾഡ് മിൽക്ക്, പച്ചപ്പാൽ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് അതുപോലെ ഒരു കോട്ടൺ അല്ലെങ്കിൽ നോർമൽ കൈ വെച്ചിട്ടോ നമുക്ക്, ഞാൻ ഇപ്പോൾ ഒരു കോട്ടണിലാണ് ഇങ്ങനെ മുക്കിയിട്ട് ഇതങ്ങനെ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. പിന്നെ മിൽക്ക് നല്ലൊരു ക്ലെൻസറാണ്, അത് ഭയങ്കര ഇഫക്റ്റീവ് ആട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. മിൽക്ക്, കുക്കുംബർ പ്ലസ് നമുക്ക് രാവിലെ ഏറ്റവും ഞാൻ ചെയ്യണത്, പിന്നെ പച്ചപ്പാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണത്, അതൊക്കെ നമുക്ക് ഭയങ്കര നല്ലതാണ്. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റനിങ്ങും ഒപ്പം നമുക്ക് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റൻ ആവാനും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്കിലും കൂടി, എൻ്റെ നെക്ക് കുറച്ചൊക്കെ കറുത്ത് വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ PCOD പ്രശ്നങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നണ അമ്മൂനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെയായിരുന്നു. ഒരു 2 വയസ്സൊക്കെ തുടങ്ങി എനിക്ക് പ്രശ്നങ്ങൾ വന്നു. തടി തീരെ കുറയുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കൂടിയും കുറഞ്ഞു നിൽക്കുക. അപ്പോൾ അതൊക്കെ എനിക്ക് ഡോക്ടറെ കാണാറായിട്ടുണ്ട്. എൻ്റെ ഇഷ്യൂസൊക്കെ തലപൊക്കി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീരിയഡ്സിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണണം, എന്നിട്ട് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണ് ആ ഇഷ്യൂസൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ കണ്ടില്ലെങ്കിൽ നെക്ക് ഇവിടെ ഇങ്ങനെ നെക്കില്ല, ഈ ഒരു ലൈൻ നമുക്കിങ്ങനെ കറുപ്പ് വരും. അതിങ്ങനെ വെയിറ്റ് കൂടുമ്പോഴും എനിക്ക് PCOD ഇഷ്യൂസ് കൂടുമ്പോഴും എനിക്കത് വരാറുണ്ട്. കുറേ കാലമായിട്ടൊന്നും ഇല്ല, ഞാൻ വെയിറ്റ് കുറച്ച് അവർക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഒക്കെ മാറിയതായിരുന്നു. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്, നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. ഇനി ഇതിപ്പോൾ കഴുകൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അഴുക്ക് നോക്കി. അപ്പം നമ്മളറിയില്ല, നമ്മളിപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഞാൻ കഴുകിയതാണ് ഫേസ് വാഷ് ഇട്ട്, പക്ഷെ ഫേസിൽ അഴുക്കുണ്ട്. അപ്പം നല്ലൊരു ക്ലെൻസറാട്ടോ ഈ ഒരു എന്താ പറയുക മിൽക്ക്. അപ്പം നമ്മൾ നന്നായിട്ട് തുടച്ചത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഫേസ് പാക്ക് ആട്ടോ, നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരാം.
നമുക്കിതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വേണ്ടത് ഒരു അരക്കഷ്ണം ക്യാരറ്റ് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അത് 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ കൂടുതലായിട്ട് ചുളിവാണെങ്കിൽ നിങ്ങൾ ക്യാബേജിന്റെ ഇല നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ 2 ടീസ്പൂൺ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഫുൾ ഡാർക്ക് സ്പോട്ട് ആണ്, ഏജ് സ്പോട്ട് ആണെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ പൊട്ടറ്റോ ആണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഗോതമ്പിന്റെ പൊടിയാണ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാക്ക്. അതായത് നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂവിനനുസരിച്ചിട്ട് പൊട്ടറ്റോയോ അല്ലെങ്കിൽ ക്യാബേജോ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീറ്റിന്റെ പൊടി, അതായത് നമ്മുടെ ഗോതമ്പ് പൊടി, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫേസിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ദാ നമ്മുടെ മാസ്ക് നമ്മുടെ ഫേസിൽ നമ്മൾ മിൽക്ക് അപ്ലൈ ചെയ്തത് നന്നായിട്ട് അബ്സോർബ് ആയി പോയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാസ്ക് ഇടാം. നെക്കിലും ഒക്കെ അബ്സോർബ് ആയി. അതെ, മാസ്ക് ഇവിടെ റെഡി. അപ്പൊ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ ക്യാബേജിന്റെ ഇല അത് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. നമ്മുടെ റിങ്കിൾസിനൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും. അപ്പൊ പൊട്ടറ്റോ എനിക്ക് അങ്ങനെ അധികം ഡാർക്ക് സ്പോട്ട് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാബേജിന്റെ നീരാണ് കൂടുതലും ചേർക്കുക. ഇല അരച്ചിട്ട് അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ നീരെടുക്കുക. ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ക്യാബേജ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ക്യാബേജ് ഇല്ല, പകരമായിട്ട് നമുക്ക് എന്താ പറയാ ചേർക്കാൻ പറ്റുന്നതാണ് പൊട്ടറ്റോ. അപ്പോൾ അത് നമുക്ക് ഫേസിൽ ഡാർക്ക് സ്പോട്ട്, നമുക്ക് ഏജ് ആകുമ്പോൾ വരുന്ന സ്പോട്ടുകളില്ലേ, കുറച്ചധികം ബ്രൗൺ ഷെയ്ഡിലുള്ള സ്പോട്ട്, ഈ സ്പോട്ടിനൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഫേഷ്യലിൽ നമ്മൾ പൊട്ടറ്റോ ചേർക്കണം നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ചേർക്കാം. ഞാനിവിടെ നമ്മുടെ ഫേസ് ഫുള്ളായിട്ടും നെക്ക് കംപ്ലീറ്റ് കവറായിട്ടും ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ. അത് നമ്മൾ മസ്റ്റ് ആണ്. നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ്, നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് വെള്ളം കുടിക്കണം. നമ്മുടെ ഫേസ് പാക്ക് നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിയും. അപ്പോൾ നമുക്ക് ആദ്യം നനച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിച്ചിലുണ്ടാവും. നമ്മളിങ്ങനെ വെറുതെ റിമൂവ് ചെയ്യുമ്പോഴേ ഒന്നിങ്ങനെ നനച്ചിട്ട് അതിനൊന്ന് സെറ്റാക്കിയിട്ട് കുതിർത്തിയെടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളൊരു 20-25 മിനിറ്റ് കഴിഞ്ഞാല് അതിനെ കുറച്ചും കൂടി വേണമെങ്കിൽ വെക്കാം കേട്ടോ. നമുക്ക് കുറച്ച് തിക്കിൽ ഇടുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് പതുക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. നല്ല കിടിലനായിട്ട് നല്ലോണം ശരിക്കും നമ്മളൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ഒരു ഫേഷ്യലൊക്കെ നമ്മൾ ഭയങ്കര ഹൈ കോസ്റ്റ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഫേഷ്യലില് അതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ചില അത്രയ്ക്ക് നല്ലോണം ഫസ്റ്റ് യൂസിൽ നമുക്ക് ആ മേക്കപ്പ് റിമൂവർ മേക്കപ്പ് ഇട്ട് നമ്മൾ നിൽക്കണം. അതിലുള്ള ആ ഒരു ബ്രൈറ്റനിങ് നമുക്ക് ഫേസിന് വരും. അപ്പൊ നമ്മളിതിങ്ങനെ ഞാൻ പിന്നെ ആ ബ്രഷിന്റെ അപ്പുറത്തെ സൈഡിൽ ചെറിയ സ്ക്രബിങ് ചെറിയ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുത്തു. മൂക്കിന്റെ അടുത്തൊന്നും പോവാത്ത തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയല്ലേ, അതുകൊണ്ട്. എന്നിട്ട് നമ്മളിത് അങ്ങനെ ഒരു കോട്ടൺ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല വ്യത്യാസം കാണാൻ പറ്റും. നിങ്ങൾ അവസാനം വരെ കാണും കേട്ടോ. ആ ഇട്ട നെക്കും അതുപോലെ തന്നെ ഫേസും മാത്രമായിട്ട് വേറെ കളറായിട്ട് നിൽക്കണ കാണാം. കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റൊരു ഡൾനെസ് പോലെ നമുക്ക് തോന്നും. കാരണം അവിടെ നമ്മൾ അധികം ഇട്ടിട്ടില്ലല്ലോ. നല്ലൊരു ബ്രൈറ്റനിങ് നമ്മൾ മേക്കപ്പ് ഇട്ട മാതിരി തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ബ്രൈറ്റനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ മതി നിങ്ങൾ. നല്ല ആ ഒരു പെട്ടെന്ന് ഫേസ് ബ്രൈറ്റ് ആവും. നല്ല രീതിക്ക് തന്നെ നല്ലൊരു ഫേഷ്യൽ നമുക്ക് ആ ഫേഷ്യൽ ചെയ്ത് നമ്മുടെ ഫേസ് ഒരു ബ്രൈറ്റനിങ് ഫേഷ്യലൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടണം ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ നെക്കിനാണെങ്കിൽ അത് വേണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇതേ നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന മാതിരി നമുക്കിങ്ങനെ എന്താ പറയുക ക്ലെൻസിങ്, സ്ക്രബ്, പാക്ക്, മസാജ്, മോയ്സ്ചറൈസിങ് അങ്ങനെ ഒന്നും വേണ്ട. ഈ ഒരു ആൻറ്റി ഏജിങ് ഫേഷ്യലിന് ഈ 3 സ്റ്റെപ്പാണ് വേണ്ടത്. ആദ്യം മിൽക്ക് വെച്ച് ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം പാക്ക് ഇടുക, അതിനുശേഷം നമ്മുടെ ഫേസിൽ ആ പാക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ നേരെ എഗ് വൈറ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ എഗ് വൈറ്റ് വേണം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 2 ലെയറൊക്കെ ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ലെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിൽക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ നോർമൽ ഒരു ലെയർ ഇട്ടിട്ട് നമ്മൾ അത് ഉണങ്ങുമ്പോൾ കഴുകി കളയാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഈ പാക്ക് അടിപൊളിയാട്ടോ. ഫേസ് നോക്കിയാൽ നല്ലോണം ബ്രൈറ്റനിങ് ആണ് നമുക്ക് കാണുന്നത്. പെട്ടെന്ന് ഒരു ഫേഷ്യൽ നമുക്ക് ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്ന മാതിരി പെട്ടെന്ന് നമുക്ക് ആ സ്കിന്നിന് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ. എഗ് വൈറ്റ് മസ്റ്റ് ആട്ടോ. ഇത് കഴിഞ്ഞാൽ എഗ് വൈറ്റ് മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എഗ് വൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ പിന്നെ അധികം അങ്ങനെ വർത്താനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നാലാണ് നല്ലത്. അപ്പൊ നമുക്ക് സ്കിൻ കുറേ കൂടി ടൈറ്റ് ആവും, നല്ലോണം ചെറുപ്പായിട്ടൊക്കെ തോന്നിക്കും. അപ്പോൾ നമ്മുടെ മുഖം നല്ലോണം ടൈറ്റായി നല്ല ഇങ്ങനെ ഗ്ലാസ് സ്കിന്ന് മാതിരി ഇരിക്കണം കേട്ടോ. എഗ് വൈറ്റ് ഇട്ടിട്ട് നെക്കും ഫേസും ഉണ്ട്
നമുക്കിനി ഇത് കഴുകാം. കഴുകിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാ കാണുന്നതാട്ടോ. നല്ലോണം ടൈറ്റ് ആവും. അപ്പൊ നമ്മൾ എടുത്തു വെച്ച ബിഫോറും ആഫ്റ്ററും ആട്ടോ നിങ്ങൾ കാണുന്നത്. നെക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഫേസ് ആണെങ്കിലും കണ്ടില്ലേ, രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ഡിഫറൻസും കാണും. അപ്പോൾ ഇനി നമ്മൾ അവസാനം ചെയ്യേണ്ടത് മസ്റ്റായിട്ട് നമുക്കൊരു മോയ്സ്ചർ ലോക്ക് ചെയ്യണം സ്കിന്നിനെ. അപ്പോൾ ഞാൻ നിലാസർഫിന്റെ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ പകലാണെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ എന്തായാലും നമ്മൾ ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ സൺക്രീം മസ്റ്റായിട്ട് ഇടാം കേട്ടോ. ഫേസ് നോക്കി നിങ്ങൾ ശരിക്കും നല്ലൊരു മേക്കപ്പ് ഇട്ട ഒരു പ്രതീതിയാണ് തോന്നിക്കണത്. അത്രയും നല്ലതാ. 15 ദിവസം കൂടുമ്പോൾ 30+ കഴിഞ്ഞാൽ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ചെയ്യുക. 25+ ആണെങ്കിൽ നമുക്കൊരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഫേഷ്യൽ ചെയ്ത ഒരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇവിടെ നിന്ന് വേറെ കളറാ കണ്ടില്ലേ നെക്ക്. അപ്പോൾ അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട്, ശരിക്കും നമുക്ക് മനസ്സിലാവും. ഇതേ അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ചെയ്യാറുള്ളതാണ്, എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ടൈറ്റൻ, നല്ല റിങ്കിൾ ഫ്രീ ആവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മാറും. അപ്പോൾ ക്യാബേജ് ഉപയോഗിച്ചാലാണ് റിങ്കിൾസിനെ കുറച്ചും കൂടി നന്നാവാട്ടോ. ക്യാരറ്റ് നല്ലതാണ്, പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ചുളിവാണ്, നമ്മുടെ ഫേസ് കുറേ അധികം ഇങ്ങനെ സാഗി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊട്ടറ്റോ എടുക്കണേ പകരം നിങ്ങൾക്ക് പുള്ളിക്കുത്തുകൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് എടുക്കാം. ക്യാബേജ് ജ്യൂസോ നീരെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ജ്യൂസ് മീൻസ് നമുക്ക് അരച്ചെടുക്കില്ലേ, അങ്ങനെ ആ ഒരു അതിൻ്റെ ഇലടക്കനെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ജ്യൂസ് മാത്രം പിഴിഞ്ഞെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എഫക്റ്റീവായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ളതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് പറയാം. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.